വി.ഡി. സതീശൻ വി. ശിവൻകുട്ടി പോര് തുടരുന്നു. തിരുവനന്തപുരം നേമത്ത് മത്സരിക്കാനില്ല എന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രസ്താവന ബി.ജെ.പിയുമായുള്ള രാഷ്ട്രീയ കച്ചവടത്തിന്റെ ഭാഗമെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. ഒത്തുകളി പുറത്തുവരുമ്പോൾ ഉണ്ടായ പരിഭ്രമമാണ് വി.ഡി. സതീശന്റെ വിലാപങ്ങൾക്ക് പിന്നിലെന്നും വി. ശിവൻകുട്ടി ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. നേമത്ത് മത്സരിക്കാനുള്ള മന്ത്രി വി. ശിവൻകുട്ടിയുടെ ക്ഷണത്തിന് പരിഹാസ മറുപടിയുമായി വി.ഡി. സതീശൻ ഇന്ന് രംഗത്ത് വന്നിരുന്നു. ആ പ്രതികരണത്തിലേക്ക്. അദ്ദേഹം വലിയ ഒരാളാണ്. എനിക്ക് സംസ്കാരവും നിലവാരവും കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് വളരെയധികം സംസ്കാരവും നിലവാരമുള്ള ആളാണ് അദ്ദേഹം. എനിക്ക് അതിൽ തർക്കമില്ല. നല്ല നിലവാരമുള്ള ആളാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളാണ്. തർക്കമില്ലല്ലോ. അപ്പോൾ ഞാൻ നിലവാരം കുറഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് എന്നെ വെല്ലുവിളിക്കുകയല്ലേ. ഞാൻ നിലവാരം കുറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തെക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന് എന്നേക്കാൾ നിലവാരവും എന്നേക്കാൾ സംസ്കാരമുള്ള ഒരാളാണ്. ഞാൻ തർക്കിക്കാനും വഴക്കിടാനും ഇല്ല. ജിബിൻ ജെ ബി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിബിൻ, ഞാനിപ്പോൾ ആ ഫേസ്ബുക്ക് കുറിപ്പൊന്ന് നോക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പിലെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് സതീശൻ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ വി. ശിവൻകുട്ടി ഉന്നയിക്കുന്നുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്? ജിബിൻ ജെ ബി വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് അല്പസമയത്തിനുള്ളിൽ ചേരും. നേമം മണ്ഡലത്തിൽ മത്സരിക്കാനില്ല എന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ മന്ത്രി വി. ശിവൻകുട്ടി ഫേസ്ബുക്കിലൂടെ ഒരു പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. ഇത് വി.ഡി. സതീശന്റെ വ്യക്തിപരമായ തീരുമാനമല്ല എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നത് എന്ന് സതീശൻ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് തുടങ്ങി വിവിധ ചോദ്യങ്ങൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വി. ശിവൻകുട്ടി ഉന്നയിക്കുന്നുണ്ട്. വി.ഡി. സതീശൻ വി. ശിവൻകുട്ടി പോര് തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം നേമത്ത് മത്സരിക്കാനില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന ബി.ജെ.പിയുമുള്ള രാഷ്ട്രീയ കച്ചവടത്തിന്റെ ഭാഗമാണ് എന്നതാണ് മന്ത്രിയുടെ ആരോപണം. വിവരങ്ങളുമായി ജിബിൻ ചേരുന്നുണ്ട്. ജിബിൻ, കേൾക്കാമോ? എന്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കൂടുതൽ വിവരങ്ങൾ? പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള വാക്പോര് മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നതാണ് നമ്മൾ കണ്ടത്. വി.ഡി. സതീശന്റെ രാവിലെയുള്ള പ്രതികരണം, അതായത് താൻ ഒരു ചെറിയ ആളാണ്, മന്ത്രി വി. ശിവൻകുട്ടിയെ പോലെയുള്ള ഒരാളുടെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തക്ക രീതിയിൽ താൻ വളർന്നിട്ടില്ല, നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിൽ പോലും അത് തനിക്ക് വലിയ കാര്യമാണെന്നാണ് വി.ഡി. സതീശൻ ഇന്ന് പ്രതികരിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ FB പോസ്റ്റുമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി. ശിവൻകുട്ടി തന്നെ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. അതായത് പറവൂരിൽ ജയിക്കാൻ വേണ്ടി നേമത്ത് വിട്ടുവീഴ്ച ചെയ്യുകയാണ് വി.ഡി. സതീശൻ എന്നാണ് വി. ശിവൻകുട്ടിയുടെ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് അദ്ദേഹത്തിന് പറവൂരിൽ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുള്ള വോട്ടുകൾ കൂടി സമാഹരിക്കുന്നതിന് വേണ്ടി നേമത്ത് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് വി. ശിവൻകുട്ടി എന്ന ഈ FB പോസ്റ്റിലൂടെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അതായത് വി. ശിവൻകുട്ടിയുടെ വെല്ലുവിളി എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നേമത്ത് മത്സരിക്കാൻ തയ്യാറാണോ എന്നുള്ള ഒരു ചോദ്യമാണ് അന്ന് ഉന്നയിച്ചിരുന്നത്. പക്ഷേ അതിന് തയ്യാറല്ല. അതായത് വി.ഡി. സതീശന്റെ ഇന്ന് മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത് താൻ ആ ഒരു മത്സരത്തിന്, ആ ഒരു പോരാട്ടത്തിന് തയ്യാറല്ല എന്നുള്ള ഒരു കാര്യമാണ് വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു FB പോസ്റ്റുമായി തന്നെ വി. ശിവൻകുട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേപോലെ താലോലിക്കുന്ന ഒരു രീതിയാണ് വി.ഡി. സതീശൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് പറവൂരിൽ വിജയം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡീലാണ് വി.ഡി. സതീശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് തടയാൻ, അല്ലെങ്കിൽ ജനങ്ങൾ ഈ കാര്യങ്ങൾ, ഈ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന വി.ഡി. സതീശന്റെ നിലപാട് ജനങ്ങൾ തിരിച്ചറിയുമെന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ വി. ശിവൻകുട്ടി ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഈ വാക്പോര്, അതായത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും തമ്മിലുള്ള വാക്പോര് അതിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.